ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ല. അങ്ങനെ നമ്മുടെ സി എ, അതായത് പുതിയ സി എ നന്ദൻ പറയുന്നുണ്ട്, പത്മയുടെ പോസ്റ്റ്മോർട്ടം നാളെയാണ് നടക്കുന്നത്, ബോഡി മോർച്ചറിയിലാണ് ഉള്ളത് എന്ന് പറയാണ്. ശേഷം അഞ്ജലിയെടുത്തും അർജുനോടും പറയുന്നുണ്ട്, നിങ്ങൾ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട, എല്ലാം കൂടി തുന്നിക്കൂട്ടിയ അവസ്ഥയിലായിരിക്കും, അതുകൊണ്ട് കാണാനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സി എ അവിടെ നിന്ന് പോവാണ്. സി എ പോയി കഴിയുമ്പോഴേക്കും അഞ്ജലി പൊട്ടിക്കരയാട്ടോ. അഞ്ജലിനെ സമാധാനിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അർജുനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച കാണിക്കാൻ പോണത് നമ്മുടെ അഞ്ജലിയും അർജുനും ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അഞ്ജലിനെ ശിവരാമൻ വിളിക്കുന്നുണ്ട്. മോളെ, എന്താ ഇവിടുത്തെ കാര്യങ്ങൾ, അമ്പാടിക്ക് എങ്ങനെയുണ്ട്, പിന്നെ മരിച്ച പത്മയുടെ ബോഡി എങ്ങനെ നീ കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഞ്ജലി പറയുന്നുണ്ട്, അമ്പാടിയുടെ ഒരു ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ബോധം വീണിട്ടില്ലെന്നാ പറഞ്ഞത്. അമ്പാടിനെ കണ്ട സഹിക്കില്ലച്ചാ. പിന്നെ പത്മയുടെ ഡെഡ് ബോഡി ഇവിടെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, പക്ഷെ കാണാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല, എല്ലാം കൂടി തുന്നിക്കൂട്ടിയ അവസ്ഥയിലാണ്, അതുകൊണ്ട് അതിനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല അച്ഛാ എന്ന് പറയാണ്. എനിക്കത് കാണാനുള്ള ധൈര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ശിവരാമനെ കരയുണ്ട്. മോളെ, എന്ത് പറയാനാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവളുടെ നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ അവളുടെ സേഫിന് വേണ്ടിയിട്ടാണ് മോളും ജാഫർ സാറും കൂടി അവളെ ഇവിടെ നിർത്താതെ പുറത്തൊരു സ്ഥലത്ത് നിർത്തിയത്, പക്ഷെ അത് ഇതിനേക്കാളും വലിയ അപകടമാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നത് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിലാണെങ്കിൽ ശ്യാമളെ മാരിയൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ശ്യാമളനെ മാരിനെ സമാധാനിപ്പിക്കുകയാണ് ശിവരാമൻ. നിങ്ങൾ വിഷമിക്കല്ലേ, പത്മക്ക് ചിലപ്പോൾ ഇത്രയും നാളെ ആയുസ് ഉണ്ടാവുള്ളായിരിക്കും, അങ്ങനെ വിധിയെ പഴിച്ച് നമുക്ക് ഇങ്ങനെ അങ്ങനെ വിധിയെ പഴിച്ച് നമുക്ക് സമാധാനിക്കാം, അല്ലാതെ നമ്മളും പത്മേനെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കേണ്ടവരാണ്, ആരും ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവനോടെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ സമാധാനിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവരാമൻ അകത്തേക്ക് കയറി പോകണ്ട്. മോളെ, പത്മ പോയല്ലോടി എന്ന് പറഞ്ഞിട്ട് ശ്യാമള ഒച്ചത്തിൽ കരയാണ്. അതിനുശേഷം കാണിക്കുന്ന അർജുനെയാണ്. അർജുനാണെങ്കിൽ അമ്പായുടെ അമ്മേനെയും ചേച്ചീനെയും വിവരം അറിയിക്കുന്നുണ്ട്. അപ്പൊ അമ്പാടിയുടെ അമ്മ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറഞ്ഞ, അമ്മേ, ഞാൻ അർജുൻ. മോനെ, അമ്പാടിനെ കാണുന്നില്ലല്ലോടാ, പത്മേനെയും കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് പോയിട്ട് തിരിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ, അവളെ കാണുന്നില്ലല്ലോടാ, വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല, എന്താ മോനെ, നിന്റെ കൂടെ അവളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞ, അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നും വിചാരിക്കല്ലേ, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, വിഷമിക്കാനൊന്നുമില്ല, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എന്തു പറ്റി മോനെ, അമ്പാടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അത് അമ്മേ, അമ്പാടിയാണല്ലോ പത്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയത്, വരുന്ന വഴിക്ക് ഗുണ്ടാക്രമണം ഉണ്ടായിരുന്നു, പത്മേനെ ഗുണ്ടകള് കൊന്നു അമ്മേ, പത്മ മരിച്ചുപോയി, എന്റെ ദൈവമേ, പത്മ മരിച്ചുപോയെന്നു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈശ്വര, എന്ത് നല്ല പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. അല്ല, അപ്പൊ അമ്പാടിയുടെ ചെറിയ അപകടം പറ്റിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലുണ്ട്, ഇവിടെ തന്നെ ഞാനും അഞ്ജലിയും ഇവിടെ തന്നെയുണ്ട്, പേടിക്കാനൊന്നുമില്ല, അമ്പാടി ഓക്കെയാണ്, ചേച്ചിയും അമ്മയും സമയം കിട്ടുമ്പോൾ ഇവിടേക്കൊന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട്, ശരി മക്കളെ, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയാണ് നമ്മുടെ അമ്പാടിയുടെ അമ്മ കേട്ടോ. പിന്നെ അമ്പാടിക്ക് ബോധം വരുന്നതൊന്നും തന്നെ കാണിച്ചിട്ടില്ല. ശേഷം കാണിക്കേണ്ടത് നമ്മുടെ അഭിനെയാണ്. അഭി വളരെ ദേഷ്യത്തിൽ തന്നെ കമ്പനിയിൽ നിന്ന് വരിക കേട്ടോ. ആ സമയത്ത് ശംഖുചക്രത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി അവിടേക്ക് വരുന്നത്. എടി അനുപമേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അനുപമ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ട്. അനുപമനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അഭി ഒരു ഒറ്റ അടി മുഖത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് കണ്ട് ശിവരാമൻ ചോദിക്കണ്ടേ, എന്താ കാര്യം, നീ എന്തിനാ അനുപമേനെ തല്ലിയത്, ഇവളെ തല്ലല്ല കൊല്ലാ വേണ്ടത്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്നു കൊല വിളിച്ചിട്ട് അവളുടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, നീ എന്തൊക്കെയാണ് മോനെ പറയണത്, അതെ, പത്മേനെ കൊന്നത് ഇവളാണ്, ഇവളൊറ്റൊരുത്തി, ഇവളുടെ ബുദ്ധിയിലാണ് പത്മ ഇല്ലാതായത്, ദേവത അനാവശ്യം പറയരുത് എന്ന് ശിവരാമൻ പറയാണ്. ഗോവിന്ദ പറഞ്ഞത്, അഭി, നിനക്ക് തെറ്റിദ്ധാരണയായിരിക്കും, അനുപമ ഏട്ടന്റെ കൂടെ പല കാര്യങ്ങൾക്ക് നിന്നിട്ടുണ്ടെങ്കിലും ഒരാളെ കൊല്ലാനൊന്നും അനുപമ മുതിരുമെന്ന് എനിക്ക് തോന്നണില്ല, നിങ്ങളൊക്കെ ഇവളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്, ഇവള് ഒരു ഗുണ്ടാ സംഘത്തിന് പൈസ കൊടുക്കേണ്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, പത്മേനെ തീർക്കാനായിട്ട്, എല്ലേടി നീ പൈസ കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അനുപമ ആകെ ഷോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാട്ടോ. അത് കണ്ട് അഭി പറഞ്ഞിട്ട്, കണ്ടില്ലേ അവളുടെ നോട്ടം കണ്ടില്ലേ, അവള് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് അവൾ ഇങ്ങനെ നോക്കണത്, ഇവൾ ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണം, അച്ഛാ, അച്ഛനും കുറുപ്പങ്കളിലും വേണ്ടി ഇവളുണ്ടല്ലോ, അച്ഛന്റെ പുന്നാര മരുമകൾ, ഇവളാണ് പത്മനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എന്ന് പറയുമ്പോ, വാട്ട്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അച്ഛൻ വിശ്വസിച്ചേ പറ്റൂ, എന്തായാലും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നല്ലോ, ആ പാവം പത്മനെ ഇല്ലാതെയാക്കിയല്ലോ, അവൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തോണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, പത്മയുടെ വേലക്കാരത്തിയായിട്ടായിരിക്കും അച്ഛനും ഈ അമ്മയൊക്കെ കണ്ടത്, പക്ഷെ ഞാനും എൻ്റെ അനിയൻ അർജുനും അതുപോലെയല്ല കണ്ടത്, അവള് സ്വന്തം പെങ്ങളെ പോലെയാണ് കണ്ടത്, പിന്നെ അത് മാത്രല്ല ഇവിടെ പല ആൾക്കാരും അവളെ ഈ വീട്ടിലെ മെമ്പറായിട്ടാണ് കണ്ടത്, പക്ഷെ കാണാത്ത 2-3 പേരുള്ളൂ, അത് അച്ഛൻ, ഇന്ദു ചെറിയമ്മ, അമ്മ,
അങ്ങനെ 2 3 പേര്, ബാക്കി എല്ലാവർക്കും എത്ര പ്രാവശ്യമാണ് അച്ഛാ അവൾ നമുക്ക് വേണ്ടി വെച്ച് വിളമ്പി തന്നത്, അതെങ്കിലും അച്ഛന് ഓർത്തൂടെ? അച്ഛനില്ലേ അച്ഛാ ആ പ്രായത്തിലൊരു മകള്, നാണം തന്നെ അച്ഛാ, നാണക്കേട് തന്നെ എന്ന് പറഞ്ഞിട്ട് അഭി മുകളിലേക്ക് പോവാണ്. ശേഷം നമ്മുടെ രാഘവനോട് ചോദിക്കേണ്ട അനുപമ എടുത്ത്, മോളെ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനൊന്നും മറുപടി നമ്മുടെ അനുപമ പറയുന്നില്ല. അനുപമ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പത്മയുടെ ബോഡി കൊടുത്തു, അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ജലിക്കും അർജുനും വിട്ടുകൊടുത്തു. അപ്പോൾ പത്മക്ക് വേറെ ആരില്ലാത്തതുകൊണ്ട് ആ ബോഡി സംസ്കരിക്കണമല്ലോ, അതായത് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല അഞ്ജലിയും അർജുനും. അതായത് ഈ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പത്മയുടെ ബോഡി അവർ ദഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ അവിടെ തന്നെയുള്ള, അതായത് അർജുൻ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറമ്പുണ്ടല്ലോ, അത് പാട്ടത്തിൽ പിടിച്ചാണെങ്കിലും അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്, അവിടെ എവിടെയാണ്, പൊതു ശ്മശാനത്തിലല്ല, എന്തായാലും ഏതൊരു ഒരു പറമ്പ് പോലത്തെ ഏതൊരു സ്ഥലത്താണ്. അപ്പൊ അവിടെ തീയൊക്കെ കൂട്ടി വിറകൊക്കെ വെച്ചിട്ട് പത്മേനെ കാണിക്കണമെന്നില്ല, ഇങ്ങനെ മടക്കി ഇങ്ങനെ വെള്ള തുണി വെച്ച് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ അർജുനാണ് കാര്യങ്ങളും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മന്ത്രങ്ങളും കാര്യങ്ങളും വലം വെക്കലും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചെയ്യണത് അർജുനാണ്. ശേഷം അതായത് തീ കത്തിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും നമ്മുടെ CA നന്ദൻ അവിടേക്ക് വരുവാണ്. അയ്യോ അരുത്, തീ കത്തിക്കരുത് എന്ന് പറയാണ്. അപ്പൊ അർജുനും അഞ്ജലിക്ക് ആകെ ഷോക്കായിട്ട് അങ്ങോട്ടേക്ക് നോക്കാട്ടോ. ഭാഗ്യം തീ കത്തിച്ചില്ലല്ലോ എന്ന് പറയാണ്. എന്താ കാര്യം? അതെ, ഈ മരിച്ചത് പത്മയാണോന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയമുണ്ട്. സാർ എന്തൊക്കെയാ പറയണത്? അപ്പൊ പത്മയല്ലേ? അത് വേറൊരു പെൺകുട്ടി, തമിഴത്തി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് ചാടിയത് കണ്ടവരുണ്ട്. അപ്പൊ അതിപ്പോ പത്മയാണോ ആ പെൺകുട്ടിയാണെന്നൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാര് കാര്യങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ ഈ ഡെഡ് ബോഡി ഒന്നും കൂടി പോസ്റ്റ്മോർട്ടത്തിന് വിടണം, അതുകൊണ്ടാണ് ദഹിപ്പിക്കലെന്ന് പറഞ്ഞത്. പോലീസോട് പണ്ട് എത്രയും പെട്ടെന്ന് ഇത് ആംബുലൻസിൽ കയറ്റാൻ വേണ്ടി പറയണം. അങ്ങനെ ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ പത്മ മരിച്ചിട്ടില്ല. അത് കേൾക്കുമ്പോൾ അർജുൻ അഞ്ജലിക്ക് ഒരു സമാധാനം ആവുന്നുണ്ട്. ഒരു പെൺകുട്ടി മരിച്ചു, ശരിയാണ്, അതിന്റെ വിഷമം ഉണ്ടെങ്കിലും തങ്ങൾ വിചാരിച്ച ആളല്ലല്ലോ എന്ന് ഓർത്തിട്ടൊരു സമാധാനം അർജുന്റെ മുഖത്ത് കാണാൻ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പത്മേനെയാണ്. ശരിക്കും പറഞ്ഞാൽ പത്മേനെ ഗുണ്ടകൾ ഓടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അന്ന്. അത് അമ്പാടിനെ ഇടിച്ച് നിലത്തേക്ക് ഇട്ടിട്ട് പത്മേനെ ഗുണ്ടകൾ ഓടിച്ചിട്ടില്ല, അത് ആള് മാറിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓടിച്ചിട്ടത്. ശരിക്കും പത്മേനെ എല്ലാവരും കൊല്ലാൻ വന്നത്. വേറൊരു പെൺകുട്ടി, അതായത് വേറൊരു ആ നാട്ടിലെ പെൺകുട്ടി അതിന്റെ കാമുകനായിട്ട് ഒളിച്ചോടി, അത് ബൈക്കില്. അപ്പൊ അത് ഈ പത്മയും അമ്പാടിയാണ് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരുടെ പുറകെ ഓടിയത്. അപ്പൊ ആ ഒരു റെയിൽവേ ട്രാക്ക് വെച്ചിട്ട് നമ്മുടെ പത്മ ഇങ്ങനെ വണ്ടി, അതായത് ട്രെയിൻ വന്ന സമയത്ത് ട്രെയിൻ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പത്മേനെ വണ്ടി ഇടിക്കുന്നില്ല. പത്മ അപ്പുറത്തേക്ക് തെറിച്ചാണ് വീഴുന്നത്. പിന്നീട് ഇവർ ഈ പെൺകുട്ടിനെ കാണിച്ച്, ഈ പെൺകുട്ടീനെയാണ് പത്മയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറഞ്ഞ ഇട്ട ഡ്രസ്സ് പർദ്ദ പോലത്തെ, അതൊക്കെ പത്മ തന്നെയാണ് അവിടെ ഉപേക്ഷിക്കണത്. പിന്നീട് ആ പെൺകുട്ടിയാണ് മരിക്കണത്. അപ്പൊ അങ്ങനെയാണ് സംഭവം. പത്മ മരിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ പ്രൊമോ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പത്മ മരിച്ചിട്ടില്ല. ആ അതിജീവിത എന്താ പറയേണ്ടത്, എന്തായാലും നീതി കിട്ടുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊമോ തന്നെയായിരുന്നു. അപ്പോൾ ഈ സീരിയലിൽ കൂടുതൽ വിവരങ്ങളും പ്രൊമോസും എപ്പിസോഡ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.